BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി വി മുരളീധരപക്ഷം സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചില്ലെന്നാണ് അവരുടെ വിമർശനം. തന്നെ പരിഗണിക്കാത്തതിൽ അതൃപ്തിയുമായി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച സി ശിവൻകുട്ടി രംഗത്ത് വന്നു. അത്തരത്തിൽ പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് വരുന്ന ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായ വിഷമത്തെക്കുറിച്ചൊന്നും രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് എല്ലാവിധ പ്രതിസന്ധികളും ഫേസ് ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിനകത്തുള്ളത്. പല സമയത്ത് പല ഘട്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പ്രവർത്തന മികവാണ് മാനദണ്ഡമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MD രമേശും S സുരേഷും പറഞ്ഞത്. വിവാദങ്ങൾക്കിടെ BJPയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അലക്സ്, യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തരമന്ത്രി എപ്പോഴായിരിക്കും ഈ മാരാർ ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുക? സമയമായോ? എസ്കാൻ അറിയിച്ചിട്ടുള്ള സമയമനുസരിച്ച് 11 മണിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്വകാര്യ ഹോട്ടലിൽ വിശ്രമത്തിലാണ്. അദ്ദേഹം 11 മണിയോടുകൂടി ഇവിടേക്ക് എത്തും. ഇവിടെ വലിയ രീതിയിൽ നേതാക്കളുടെയും അതുപോലെ പ്രവർത്തകരുടെയും ഒക്കെ പങ്കാളിത്തമുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ളവർ, മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ദൃശ്യങ്ങളിൽ PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. K സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എസ്കാൻ ആദ്യം ഇവിടെ എത്തുന്ന അമിത്ഷാ ആദ്യം BJPയുടെ പതാക ഉയർത്തും. അതിനുശേഷം അദ്ദേഹം ഒരു വൃക്ഷത്തൈ അവിടെ നടും. അതിനുശേഷം ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. തൊട്ടു പിന്നാലെ ഈ നാട മുറിച്ച്, അതായത് ഓഫീസ് കെട്ടിടത്തിന്റെ നാട മുറിച്ച് അതിനുള്ളിലേക്ക് കയറും. അതിനുശേഷം അതിനുള്ളിൽ വിളക്ക് കൊളുത്തുന്നു. വിളക്ക് കൊളുത്തിയതിനു ശേഷം KG മാരാറുടെ ഒരു പ്രതിമ അകത്തുണ്ട്, ഒരു അർത്ഥകായ പ്രതിമയുണ്ട്. ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൂർത്തിയാവുക. അതിനുശേഷം അദ്ദേഹം പോകുന്നത് പുത്തരിക്കണ്ടത്തേക്കാണ്. പുത്തരിക്കണ്ടത്ത് BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം, സംഘടനാതല പ്രചാരണം ആരംഭിക്കുകയാണ്. വികസിത കേരളം 2025 എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം. അതിന് ഇന്ന് അമിത്ഷാ പുത്തരിക്കണ്ടത്ത് പ്രഖ്യാപനം നടത്തും. 4 ജില്ലകളിൽ നിന്ന് ഏതാണ്ട് 1.25 ലക്ഷത്തോളം പ്രവർത്തകർ ഇതിൽ നേരിട്ട്, ഈ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കും. അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം BJP പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന്, മറ്റ് 10 ജില്ലകളിൽ നിന്ന് ഈ ബൂത്ത് തല, അതുപോലെ പഞ്ചായത്ത് തല നേതാക്കൾ, പ്രതിനിധികളൊക്കെ വെർച്വലായും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത് BJP കണക്ക് കൂട്ടുന്ന ഏതാണ്ട് 1 ലക്ഷം പേർ ഒരേ സമയത്ത് നേരിട്ടും വെർച്വലായും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം അമിത്ഷാ BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. BJPയുടെ സംസ്ഥാന നേതൃയോഗം കൂടി ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട് താനും. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 3:30-4 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങും. കണ്ണൂർ വഴിയാണ് മടങ്ങുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം രാത്രിയോടുകൂടി ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ചാർട്ട്. BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ വന്ന ദൃശ്യങ്ങളാണ്. അതായത് മുതിർന്ന നേതാക്കൾ മുഴുവനുണ്ട്. ദേശീയ നേതാക്കൾ, അതുപോലെ സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ഇത് ഒരുങ്ങിയിട്ടുണ്ട്. SK, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. BJPക്ക് ആദ്യമായി ഒരു കെട്ടിടം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കൂടിയായിരിക്കും ആസ്ഥാന മന്ദിരം. അല്പസമയത്തിനകം 11 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മാരാർ ഭവൻ എന്നാണ് അത് പേരിട്ടിരിക്കുന്നത്.